തീയരുടെ കുലദേവനാണ് വയനാട്ടുകുലവൻ. പിതാമഹ സങ്കല്പത്തിൽ തെയ്യത്തെ ഇവർ തൊണ്ടച്ചൻ എന്ന് വിളിക്കാറുണ്ട്. വടവന്തൂര് ശ്രീ തൊണ്ടച്ചൻകോട്ടം കളിയാട്ട മഹോത്സവം 23, 24 തീയതികളിലാണ്. 23-ന് വൈകുന്നേരം കളിയാട്ട ആരംഭം. രാത്രി 7 മണിക്ക് തൊണ്ടച്ചൻ ദൈവത്തിൻ്റെ വെള്ളാട്ടത്തിൻ്റെ പുറപ്പാടാണ്. മധുവനത്തിലെ പനമുരട്ടിൽ ഒലിച്ചിറങ്ങുന്ന കള്ള് പാനം ചെയ്യുന്ന പരമേശ്വരന്റെ ചാഞ്ചാട്ടവും ചാവല്യവും കണ്ട് മനമുഷിഞ്ഞ ശ്രീ പാർവതി ഒരു നാൾ സൂത്രത്തിൽ പനിയിലെ കള്ള് തടകി കുറുങ്കുലകളിലേക്ക് ഗതിമാറ്റി ഒഴുകിച്ചു. കൃത്യനേരത്ത് പനമുരട്ടിലെത്തിയ ശിവൻ മധു കാണാഞ്ഞ് അരിശം വന്ന് തന്റെ ജടപറിച്ച് തുടയിലടിച്ച് ഒരു ദിവ്യന് ജന്മം നൽകി. പനമുകളിൽ കയറി മധുവെടുത്ത് നിവേദിക്കാൻ പിതാവ് കൽപ്പിച്ചപ്പോൾ ദിവ്യനതനുസരിച്ചു. അങ്ങനെയാണത്രേ ദിവ്യന് കള്ളു ചെത്താനുള്ള വിദ്യ സ്വന്തമായത്. ഒരു നാൾ അരുതെന്ന് വിലക്കിയ മധു ദിവ്യൻ പാനം ചെയ്തതിൽ കുപിതനായ പിതാവ് അവന്റെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞ് ഭൂമിയിലേക്ക് പോകാൻ കൽപ്പിച്ചു. മുളം ചൂട്ടും മുളവില്ലും മുട്ടമ്പും കന്നക്കത്തിയുമായി ദിവ്യൻ വയനാട്ടിലിറങ്ങി. ആദിപറമ്പൻ കണ്ണന്റെ ഗൃഹത്തിലും പിന്നീട് മാതമംഗലത്തും കുറ്റൂരും മറ്റിടങ്ങളിലും സാന്നിധ്യം അറിയിച്ചു. ദിവ്യനെ അംഗീകരിക്കാൻ സമ്മതിച്ച കോലത്തിരി മന്നനെ ദിവ്യശക്തികൾ കാട്ടി ദേവൻ വിസ്മയിപ്പിച്ചു. ഊനം കൂടാതെ പുലിത്തോല് മന്നന് കാഴ്ചവെച്ചു. പിന്നെ താമസമുണ്ടായില്ല. വയനാട്ടിലമർന്ന കുലവനെ വയനാട്ടുകുലവനായി ദൈവമായി അംഗീകരിച്ചു. വണ്ണാൻ കോലമാണ് വയനാട്ടുകുലവൻ. കോട്ടപ്പുറത്ത് ചാമുണ്ടി, പരദേവത ചാമുണ്ടി, ഒറ്റക്കോലം, തീച്ചാമുണ്ടി എന്നീ പേരുകളിൽ കാവുകളിൽ മലയവിഭാഗവും പുലയരും കെട്ടിയാടുന്ന തെയ്യമാണ് വിഷ്ണുമൂർത്തി. ഭാഗവതത്തിലെ നരസിംഹാവതാര കഥയാണ് ഈ തെയ്യത്തിന്. എന്നാൽ പാലന്തായി കണ്ണൻ എന്ന കുറുവാട്ടുകുറുപ്പിന്റെ കാലിയനാണ് നാട്ടുകഥകളിലെ പ്രധാന കഥാപാത്രം. നാട്ടുപ്രഭുവായ കുറുവാട്ടുകുറുപ്പിന്റെ അനന്തരവരുടെ പടിവാക്ക് കേട്ട് കോപമുണ്ട് വധശിക്ഷ വിധിച്ച കുറുപ്പിനെ ഭയന്ന് കണ്ണൻ മംഗലാപുരത്തേക്ക് ഓടി രക്ഷപ്പെട്ടു വന്നു. ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ കദളിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആ നിരപരാധിയെ കുറുപ്പ് വെട്ടിക്കൊന്നുവെന്നാണ് നാട്ടുകഥ. ഭൂവുലകിൽ വീര്യമതേതും തറവാട്ടിൽ പിറന്ന പൊന്മകൻ കൂടിയാണ് വീരൻ. നാടിനും നാട്ടുകാർക്കും നന്മ വിതച്ച് ശത്രുക്കൾക്ക് ഭയം വിതച്ച് ജീവിക്കുന്ന പൊന്മകൻ ആയുധാഭ്യാസത്തിലും അഗ്രഗണ്യനായിരുന്നു. അസൂയക്കാരുടെ ഏഷണിയിട്ട് മനംകലങ്ങിയ സ്വർഗരാജാവ് കാലദൂതനെ വിളിച്ച് ഭൂവുലകിലേക്ക് അയച്ചു. വിദഗ്ധ കീഴടങ്ങിയ വീരൻ കാലദൂതനോടൊപ്പം തിരുനെല്ലി എത്തി മായത്താൻ കടവിൽ മറഞ്ഞു. വീരൻ കുടിവീരനായി, തെയ്യക്കോലമായി. രാത്രി 11 മണിക്ക് കുടിവീരൻ തെയ്യവും രാത്രി 11:30 കാർണോൻ തെയ്യവും അരങ്ങിലെത്തും. രാവിലെ 6 മണിക്ക് തൊണ്ടച്ചൻ തെയ്യം, 7:30 വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തും.